ഹായ് ഗൈസ്, ഇത് ചെറിയൊരു ട്രാവൽ ബ്ലോഗ് ആണ്. ഞാനിപ്പോൾ ജാർഖണ്ഡിലാണെന്ന് അറിയാലോ. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏതാണ്ട് വിടാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ സ്ഥലങ്ങളായിട്ട് വേഗം വേഗം എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ്. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് വിട്ട് ഇവിടെ അടുത്തുള്ള ഹുൻഡ്രു വാട്ടർഫാൾസിലോട്ടാണ് കേട്ടോ പോകുന്നത്. അടുത്തെന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ഒരു 19 കിലോമീറ്റർ അത്രേ ഉള്ളൂ. സാധാരണ ഷിഫ്റ്റിംഗ് കഴിഞ്ഞൊരു 8-9 മണിക്കൂർ ഉറങ്ങിയാൽ പോലും മതിയാവാത്ത ഞാനാണ് വെറും 3-4 മണിക്കൂർ ഉറങ്ങി ചാടി എണീറ്റ് ഗെറ്റ് റെഡി ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. ഇങ്ങനെ കാവടിത്തുള്ളി പോയിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എന്തിന്റെ കേടായിരുന്നു എനിക്കിന്ന്. ഇനി ഞാൻ എന്റെ ഗൈഡിനെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് എന്റെ ഗൈഡ് മിസ്റ്റർ രജനീഷ്. എന്റെ ഗൈഡും ക്യാഷ്യറും ഇവന്റ് മാനേജറും എല്ലാം ഇങ്ങേര് തന്നെ. ഭാഗ്യത്തിന് റോഡിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റി. ഒരു കുണ്ടും കുഴിയും പോലും ഇല്ലാത്ത നല്ല അടിപൊളി റോഡാണ്. പക്ഷെ കുണ്ടും കുഴിക്കും പകരം ഒരു 150 ഹമ്പാണ് ഈ റോഡിൽ ഉണ്ടായിരുന്നത്. എന്തിനാണ് ഇത്രയും ഹമ്പ് വെച്ചതെന്ന് പോലും അറിയത്തില്ല. ഒരു ഹമ്പ് ചാടി 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഹമ്പ്. അങ്ങനെയായിരുന്നു ഹമ്പുകൾ ഉണ്ടായിരുന്നത്. ഇന്നലെ ഈ സമയത്തൊക്കെ ഒടുക്കത്തെ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു വെതറും ആയിരുന്നു, നല്ല അടിപൊളി ഫീലും ആയിരുന്നു. എന്നാൽ ഇന്ന് അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡ് കടന്ന് നേരെ നമ്മുടെ വാട്ടർഫാൾസിലോട്ടുള്ള റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ഒരു 20-25 കിലോമീറ്റർ പോകാനുണ്ട് കേട്ടോ. തനി നാട്ടിൻപുറത്ത് കൂടെയാണ് കേട്ടോ ഈ റോഡ് പോകുന്നുണ്ടായിരുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ഇടയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇനി വഴി എങ്ങാനും തെറ്റിയിട്ടുണ്ടോ എന്നൊക്കെ. കാരണം ഗൂഗിൾ മാപ്പ് നോക്കുന്നത് ഞാനാണ്. ഇതിവിടെയുള്ള വലിയ ഏതോ യൂണിവേഴ്സിറ്റിയാ തോന്നുന്നു, ഉഷ മാർട്ടിൻ യൂണിവേഴ്സിറ്റി. ജാർഖണ്ഡ് അറിയാലോ, പൊതുവേ ട്രൈബൽസ് ആണ് ഇവിടെ കൂടുതലുള്ളത്. ആൻഡ് ഈ പോകുന്നത് ട്രൈബൽ ഏരിയയിൽ കൂടെയാണ്. ഇതെല്ലാം ട്രൈബൽസിന്റെ വീടുകളുമാണ്. ഇവിടെ ഉള്ളവർ ഫുൾ കൃഷിയായിട്ടാണ് കേട്ടോ ബന്ധപ്പെട്ടിട്ടുള്ളത്. കൃഷിയാണ് അവരുടെ ഉപജീവന മാർഗം. ഒരു 10-18 കൊല്ലം മുന്നുള്ള നമ്മുടെ നാട് എങ്ങനെയാണോ ഏതാണ്ട് ആ ഒരു പ്രതീതിയാണ് കേട്ടോ വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെ പോലെ തന്നെ സെയിം വാട്ടർഫാൾസിലോട്ട് പോകുന്ന ആളുകളാണ് കേട്ടോ ഈ ബൈക്കിൽ പോകുന്നത്. ഇതുപോലെ കുറേ കാട് പ്രദേശങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ഹുൻഡ്രു വാട്ടർഫാൾസിലോട്ട് എൻ്റർ ആവുന്നത്. ആൻഡ് പോകുന്ന വഴിക്ക് റോഡ് നിറച്ച് പ്ലാച്ചിന്റെ ഇലകളായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലാച്ചിന്റെ മരം. ഇത് അറിയുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളിതിൽ അടയൊക്കെ ഉണ്ടാക്കും. ഓരോ നാട്ടിലും ഓരോ പേരുകളായിരിക്കും. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് പ്ലാച്ച് എന്നാണ് കേട്ടോ അതിന് പറഞ്ഞിട്ടുള്ളത്. നമുക്കിതിൽ അട സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പം ഞാൻ കുറച്ച് അട ഉണ്ടാക്കാന്ന് കരുതിയിട്ട് ഈ സാധനം എടുത്ത് പൊട്ടിച്ചു. കാരണം ഞങ്ങളുടെ ക്വാർട്ടേഴ്സിനകത്ത് ഇത് കിട്ടാം. അങ്ങനെ കുറേ ദൂരം ഞങ്ങൾ ബൈക്കിൽ ഇരുന്നതല്ലേ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഇവിടെയുള്ള ആളുകളുടെ വീടുകളാണ്. ഒട്ടും ഡെവലപ്ഡ് അല്ലാത്ത ഒരു ഏരിയയാണ്. ഈ വീടുകളിലൊക്കെ ഒരുപാട് ആളുകളും താമസിക്കുന്നുണ്ട്. എങ്ങനെ ഇതിനകത്തൊക്കെ ആൾക്കാർ താമസിക്കണമെന്നായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നീണ്ട പ്രയാണത്തിന് ശേഷം നമ്മൾ ഇതേ ടിക്കറ്റ് കൗണ്ടറിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു കുറച്ച് ദൂരം കൂടെ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റും. അത് കഴിഞ്ഞ് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് നമ്മൾ നടക്കണം. ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഈ സാധനം പൊന്തിച്ച് തരത്തുള്ളൂ കേട്ടോ. അതല്ലാതെ ഈ ടിക്കറ്റ് കൊണ്ട് വേറെ എവിടെയും ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലേ. പിന്നെ തിരിച്ചു വരുമ്പോഴും ഇതുപോലെ തന്നെ അവർ ടിക്കറ്റ് ഉണ്ടോയെന്ന് നമ്മുടെ കയ്യിൽ നോക്കും. പാർക്കിംഗ് ഫീസ് ഉൾപ്പെടെ 35 രൂപയാണ് കേട്ടോ നമുക്ക് ടിക്കറ്റിനായിട്ടുണ്ടായിരുന്നത്. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാന്നൊക്കെ കരുതിയിട്ടാണ് പോകുന്നതെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഉള്ള ഏരിയ ആയിരുന്നു. ഒരു കുഞ്ഞി പെട്ടിക്കട പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫുഡൊന്നും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് ഇവിടെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഇനി ഇവിടെ നിന്ന് കഴിക്കാമെന്ന് കരുതി. ഇവിടെ തന്നെ ചെറിയ ചെറിയ തട്ടുകടകൾ പോലുള്ള ഹോട്ടലുകളും ഉണ്ട്. പക്ഷേ ഇതാണ് അവിടെ ഉള്ള ഒരു വലിയൊരു ഹോട്ടൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ കയറാന്ന് കരുതി. ഇതാവുമ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ കാറ്റൊക്കെ കൊണ്ടിരുന്ന് നല്ല ഫുഡ് കഴിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിരിയാണിക്ക് 350 രൂപ എങ്ങാണ്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ശരിക്കും വേർത്താന്ന് പറയണം. കാരണം ഇതുപോലുള്ള ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ഏരിയകളിലുള്ള, അതായത് ഞാൻ ജാർഖണ്ഡിൽ വന്നതിന് ശേഷം പോയിട്ടുള്ള ഓരോ ടൂറിസ്റ്റ് സ്പോട്ടിലും ഫുഡിന് കത്തി വിലയായിരിക്കും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഇത് ശരിക്കും അടിപൊളിയായിരുന്നു. ഇതാണ് ഇപ്പം നമ്മുടെ എൻട്രൻസ്. ഇതുപോലുള്ള 700 സംതിങ് സ്റ്റെപ്സ് ആണ് നമുക്ക് ഇറങ്ങി പോകാനുള്ളത് വാട്ടർഫാൾസിലോട്ട്. ഇറങ്ങുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷെ കയറി വരുന്ന എല്ലാവരുടെയും മുഖം ഭയങ്കര ദയനീയമാണ്. അപ്പോൾ നമ്മുടെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ, ഇറങ്ങുന്നേ ഉള്ളൂ. കയറുമ്പോൾ ഉണ്ടാവുന്നല്ല. മാത്രമല്ല ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ വെള്ളച്ചാട്ടം, വെള്ളം ഭയങ്കര കുറവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അറിഞ്ഞുകൂടാ, എന്തായാലും ഒരു എക്സ്പീരിയൻസ് അത്രയേ ഉള്ളൂ. ഇനി വഴിയോരത്തൊക്കെ ഓരോരോ കടകൾ, കുടിക്കാനുള്ള സാധനങ്ങൾ, പിന്നെ ട്രൈബൽസിൻ്റെ ഏരിയ ആണ് ആക്ച്വലി ഇത്. അപ്പോൾ ട്രൈബൽസ് ഉണ്ടാക്കുന്ന കുറേ ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസും ഉണ്ട് ഇവിടെ. നോക്കണം. ഇതാണ് പറഞ്ഞ പോലെ ഇറങ്ങുമ്പോൾ കുറേ പേര് ഇരുന്ന് ഇരിക്കുന്നുണ്ട്. കുറേ പേര് എന്താവും തിരിച്ചു വരുമ്പോൾ നമ്മുടെ അവസ്ഥ കേട്ടോ. ഇപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് വെയിലൊന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ എത്തിയ സമയത്ത് ഒടുക്കത്തെ വെയിലും ഒടുക്കത്തെ ചൂടുമായിരുന്നു. ഇത് നോക്കി നോക്ക്, ട്രൈബൽസ് ഇരുന്നിട്ട് കത്തി അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. മരം കൊണ്ടുള്ള സാധനങ്ങളാണ്. ലൈവായിട്ട് ഉണ്ടാക്കണം. സ്റ്റെപ്സ് ചെറുതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ കയറുമ്പോൾ നമുക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നതാണ് തോന്നുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും. നല്ല ബിരിയാണിയൊക്കെ അടിച്ച് സെറ്റായിട്ടിരിക്കണം. പക്ഷെ വഴി നല്ല വൃത്തിയാട്ടോ. അതെ, നല്ല വൃത്തിയുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. ആൾക്കാരുടെ തന്നെ ഇരുന്ന് ടയർഡാണ് പലകാലത്തിനും. നമ്മളും തിരിച്ചു വരുമ്പോൾ പോലെ ഇരിക്കേണ്ടി വരും. 720 സംതിങ് എങ്ങാണ്ട് സ്റ്റെപ്സ് ആണ് നമ്മൾ ടോട്ടലി ഇറങ്ങേണ്ടതും പിന്നെ തിരിച്ച് അതേ സ്റ്റെപ്സ് കയറും വേണം.
ബിരിയാണിയൊക്കെ ദഹിക്കും. അതെ, ബിരിയാണി ദഹിക്കും. അതുപോലെ ഇവിടെ ഞാവൽ കുറേ കിട്ടും. ഇവിടെ കുറേ ഞാവൽ മരങ്ങളുണ്ട്. അപ്പോൾ ഞാവലും കാര്യങ്ങളൊക്കെ ഇതുപോലെ വഴിയോർത്ത് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ടയർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ചിട്ടൊക്കെ റിലാക്സ് ചെയ്തിട്ട് നടക്കാം. ടോട്ടൽ 1.5 കിലോമീറ്ററാണ് ഇതുപോലെ സ്റ്റെപ്പ് ഉള്ളത്. പിന്നെ സ്റ്റെപ്പ് വലിയ അങ്ങനെ ഹൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് കാല് വല്ലാണ്ട് ഇതിനെ എടുത്ത് വെക്കേണ്ട, എന്നാലും ബുദ്ധിമുട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തിയുണ്ട്. ചില ഏരിയയിൽ ഭയങ്കര വൃത്തി കുറവായിരിക്കും. പ്രത്യേകിച്ച് ഈ സൈഡ് വെസ്റ്റ് സൈഡ് ഓഫ് ഇന്ത്യ, നോർത്ത് സൈഡ് ഓഫ് ഇന്ത്യ ഒക്കെ പൊതുവേ വൃത്തി കുറവായിരിക്കും. അപ്പോൾ അത് നോക്കുമ്പോൾ ഇവിടെ നല്ല വൃത്തിയുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇത് അവിടെ നിന്നൊക്കെയാണ് വാട്ടർഫോൾസ് വരുന്നത്. പക്ഷേ വെള്ളം കുറവായതുകൊണ്ട് വലിയ രീതിയിലുള്ളതൊന്നും ഇല്ല. സൗണ്ട് ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റെപ്സ് അങ്ങനെ വളഞ്ഞും തിരിഞ്ഞിട്ടൊക്കെ ഉള്ള സ്റ്റെപ്സ് ആണ്, കുത്തനുള്ള സ്റ്റെപ്പ് അല്ല. അതെ, ഹെയർപിൻ സെറ്റപ്പാണ് ഇവിടെ. എനിക്കിപ്പോൾ തന്നെ കാല് ചെറുതായിട്ട് വിറയ്ക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കാലിൽ ഇങ്ങനെ ഒരു ഇറക്കം പോലെ ഒരു ഫീൽ ഉണ്ട്. പോയിട്ട് അത് വേർത്ത് വാച്ചിങ് ആണെങ്കിൽ അടിപൊളി, അല്ലെങ്കിൽ പെട്ടു. അത്യാവശ്യം ഇപ്പം തന്നെ നല്ല രീതിക്ക് ചെറിയ ഇളിഞ്ഞ അവസ്ഥയായിട്ടുണ്ട്. അത്രയും ദൂരം നമ്മൾ ഇറങ്ങി വന്നു കേട്ടോ. പക്ഷേ ദേ നമ്മുടെ ആ സൈഡിൽ വാട്ടർഫോൾസിൻ്റെ ചെറുതായിട്ട് കാണുന്നുണ്ട്. ഇത് അത് മാത്രമേ ഉള്ളൂ എന്നറിയില്ല, പക്ഷെ അവിടെ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ത്രില്ലുണ്ടോ, ഇനി എത്താറായി എന്നുള്ളൊരു ഫീൽ ഉണ്ട്. പക്ഷെ എത്താറായിട്ടില്ല, കാലൊക്കെ അങ്ങ് വിറക്കിയാണ്. മാത്രമല്ല നല്ലോണം വേർത്ത് കുളിക്കുന്നുണ്ട്. തിരിച്ചു കയറി വരുന്ന എല്ലാവരും ടയേർഡായി കുഴഞ്ഞു പോയിട്ടാണ് വരുന്നത്. ഞാൻ തന്നെ നല്ല വേർക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇനി ഇറങ്ങാം. കുറേ നേരം ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അവിടെ എത്താം. ഓക്കെ, അങ്ങനെ കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷം സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയി. ഇനി ഇതേപോലെ നേരെ നടക്കാനുള്ള വഴികളാണുള്ളത്. നമ്മളിപ്പോൾ ഒരുപാട് താഴത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിച്ച ഹോട്ടൽ ഇവിടുന്ന് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു, ഒരുപാട് മുകളിലായിട്ട്. ഞങ്ങൾ ഇനി കാണുമ്പോൾ അതെ ആ കാണുന്നുണ്ട്. അവിടെ ഒരു മുകളിലൊരു ബിൽഡിംഗ് കാണുന്നുണ്ടോ, അതിൽ ആ ഹോട്ടലിലാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇത്രയും താഴ്ചയ്ക്ക് ഇറങ്ങി കഴിഞ്ഞു. ടയേർഡായി, വേർത്ത് കുളിച്ചു. വീഡിയോഗ്രാഫറും നന്നായി വേർത്ത് കുളിച്ചിട്ടുണ്ട്. ആൾ നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും വാട്ടർഫാൾസിലോട്ട് പോവാം. വയ്യ, നല്ല കുഴഞ്ഞു. ഓരോത്തിൻ്റെ ഒരു ബാഗും ഉണ്ട്. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമായതുകൊണ്ട് താങ്ങിയേ പറ്റുള്ളൂ. ഓ മൈ ഗാഡ്, ഒക്കെ വിറയ്ക്കുന്നു അല്ലാതെ ഷിവർ ചെയ്യുന്നു. അയ്യോ, ഇവിടെ വഴിയിൽ കഴിക്കാൻ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കഴിക്കാൻ. അതുപോലെ കുഞ്ഞു കുഞ്ഞു ഹട്ട് പോലെ സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അയ്യോ വയ്യ, അതായത് ഷവറായി നമ്മുടെ സ്ഥലത്തോട്ട് എത്താറായിട്ടുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ കുഴഞ്ഞു, ഞാൻ കാലൊക്കെ കുഴിഞ്ഞു. ഇതേ കണ്ടില്ലേ, ആൾക്കാർ ഇരുന്നിട്ട് ഇതുപോലുള്ള ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കണം. തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റൊക്കെ ചോദിക്കണം, പറ്റിയാ വാങ്ങാം. അതിൽ നമ്മളിവിടെ എത്തി. ഇനി ഏതാണ്ട് നിമിഷങ്ങൾക്കകം നമുക്ക് നമ്മുടെ വാട്ടർഫാൾസ് കാണാൻ പറ്റും. കമോൺ. എന്തോ കാലൊക്കെ ഷിവർ ചെയ്യുന്ന പോലെ ഉണ്ട്. ആക്ച്വലി മഴക്കാലമാണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയാകുമ്പോൾ കുറച്ചുകൂടെ മുകളിൽ നിന്ന് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ അത്ര വെള്ളമില്ലെങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ചത്ര കുറവല്ല. നോക്കി നോക്ക്. എടാ, നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് കുണ്ട്രു വാട്ടർഫാൾസ്. ആക്ച്വലി ജാർഖണ്ഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് വാട്ടർഫാൾസ് ആണ്. മഴക്കാലം ആവട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്താണ്. മഴ ആക്ച്വലി പെയ്യുന്നുണ്ട്, പക്ഷേ നല്ല ഗംഭീര മഴകൾ ഇവിടെ കിട്ടി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് വെള്ളം ഇത്ര കുറവ്. എന്നാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആൻഡ് നമുക്ക് ഇതുപോലെ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഞങ്ങൾ നോക്കട്ടെ സെറ്റപ്പ്. അതുപോലെ വാട്ടർഫാൾസിന്റെ അടുത്തേക്ക് നമുക്ക് എന്താ അതിന് പറയാ, വഞ്ചിയോ ചങ്ങാടം, അതിനകത്ത് കൊണ്ടുപോകും ചെയ്യും നമ്മളെ. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കണം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഒരുപാട് സൈഡിൽ നിന്ന്, അതായത് പല ചെറുതും വലുതായിട്ട് ഒരുപാട് സൈഡിൽ നിന്ന് വെള്ളച്ചാട്ടങ്ങൾ വരുന്നുണ്ട്. മെയിൻ ആയിട്ട് ഇതാണെന്നേ ഉള്ളൂ. പക്ഷെ ആ സൈഡിൽ നിന്നൊക്കെ വെള്ളച്ചാട്ടങ്ങൾ വരുന്നുണ്ട്. മഴക്കാലമാണ് കുറച്ചുകൂടി അടിപൊളിയായിരുന്നു ആക്ച്വലി. സത്യം പറഞ്ഞാൽ ഇന്നലെ ഈ നേരത്തെ നല്ല മഴയായിരുന്നു, ഇന്നിപ്പോൾ നല്ല വെയിലാണ്. അയ്യോ വീഴാൻ പോകുന്നത്. ഇത് ഇറങ്ങാൻ അത്യാവശ്യം നല്ല ടാസ്കാണ്. കല്ലും കാര്യങ്ങളൊക്കെയാണ്. ഒരു മിനിറ്റ് ട്ടാ. അങ്ങനെ നമ്മളിവിടെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സീനൊക്കെ കാണിച്ചു തരാം. ഇങ്ങോട്ടേക്ക് എത്താൻ നല്ല പണിയായിരുന്നു. ഉരുളങ്കല്ലുകളുടെ ഇടയിൽ കൂടെ നടന്നിട്ടാണ് വന്നത്. അടിപൊളി വൈബാണ്. പക്ഷെ കാല് വഴിക്കുക തലയും കുത്തി വീഴും, ആ ഒരു അവസ്ഥയിലായിരുന്നു. ആക്ച്വലി ഇത് വെള്ളച്ചാട്ടം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് വരാൻ പറ്റിയത്. വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഇവിടേക്കൊക്കെ വെള്ളം കയറും. അപ്പം ഈ പാറക്കെട്ടുകളൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ വന്നത്. ചില പാറക്കെട്ടുകൾ വഴുക്കുന്നുണ്ട്. നല്ല ബുദ്ധിമുട്ടായിരുന്നു ആക്ച്വലി. ഇവിടെ ആക്ച്വലി മഴക്കാലത്തേ നമ്മളെ ഇത് കണ്ടോ, അതിന് മേലെ ഡയറക്ട്ലി വെള്ളം എടുത്തു. നല്ല ഹെവി റെയിൻ വരില്ലേ, അപ്പൊ അതിന് മേലെ വെള്ളം ചാടും. അപ്പൊ ഇവിടേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ അത് കണ്ടോ, അവിടേക്ക് ലിമിറ്റ്. ഇതിപ്പോ നമ്മളെ ഇവര് ടൂറിസം ഒക്കെ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ടോ, നമ്മളെ ഈ നാട്ടിലെ കണ്ട ടവർ പോലെ അതുപോലെ ഉണ്ടാക്കാനാണ്. ടയർഡായി ഞങ്ങളിപ്പോൾ ഇവിടെ ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചങ്ങാടത്തിൽ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട് കൊണ്ടുപോകും. ഒരാൾക്ക് 50 രൂപയാണ് ഫീസ് വരുന്നത്. എൻട്രൻസ് ഫീസ് ആയിട്ട് 35 രൂപ ഉണ്ടായിരുന്നു. അത് കൂടാതെ ഇവിടെ 50 രൂപ. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അതിനകത്ത് 1-2 ആൾക്കാരായിട്ടല്ല കൊണ്ടുപോകും, 6-7 ആൾക്കാരായിട്ട് വലിയ ചങ്ങാടാണ്. അങ്ങനെ കൊണ്ടുപോകും. അപ്പൊ ഞങ്ങൾ ആക്ച്വലി അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഓ ടയർഡായി. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കാറ്റും തണുപ്പുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നല്ല വെയിലുണ്ട്. പക്ഷെ നമ്മളങ്ങനെ ചങ്ങാടത്തിൽ കയറിയിട്ടുണ്ട്. നമ്മളിതേ വാട്ടർഫാൾസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
കാണുന്നുണ്ടതിനെ ബാക്കിൽ കാണുന്നത് ഇതൊന്ന് അവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ വാട്ടർഫാൾസിന്റെ അടുത്ത് കൂടെ പോകാൻ പറ്റില്ല. ഒന്നാമത് നമ്മുടെ നാട്ടിൽ ഇതിനേക്കാൾ ഹെവി ആയിട്ടുള്ള വാട്ടർഫാളും ആയിരിക്കും, അതുകൂടെ റീസൺ ആവാം. പക്ഷെ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അടിപൊളിയുണ്ട്. നല്ല കാറ്റും തണുപ്പും അതുപോലെ തന്നെ നല്ല രസമുണ്ട്. ഇത് പിന്നെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ഇത്രയും അടുത്തേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. വാട്ടർഫാൾസിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത്. പക്ഷേ ഇത് ചെറിയ വാട്ടർഫാൾസ് ആണ്, നമ്മൾ അവിടെ നിന്ന് കണ്ട ചെറിയ വാട്ടർഫാൾസ് ആണ്. തൊട്ടപ്പുറത്ത് തന്നെ വലുതുണ്ട്, അങ്ങോട്ടേക്ക് നമ്മൾ പോകും കേട്ടോ. തൊട്ടപ്പുറത്തുള്ള വലുതുണ്ടല്ലോ, അങ്ങോട്ടേക്കാണ് പോണത്. അങ്ങനെ നമ്മള് ആ വലിയ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നല്ല രീതിക്ക് കാറ്റ് അടിക്കുന്നുണ്ട്, കാല് വിറയ്ക്കുന്നുണ്ട്. വെള്ളത്തിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ആടുന്ന സമയത്ത് കാല് വിറയ്ക്കുന്നുണ്ട്. പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അവിടുന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. 50 രൂപയാണ്, പക്ഷെ ശരിക്കും അടിപൊളിയാണ്. ഇത് വേർത്താണ് ആക്ച്വലി. നമ്മളിതേ ഈ കാണുന്ന ലവ് ചിഹ്നത്തിൽ നമ്മളുടെ പേര് എഴുതാൻ പോവാണ്. അവിടെ നമ്മുടെ പേരിന്റെ സ്പെല്ലിങ്ങും പിന്നെ ഒരു റോസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. 130 രൂപ ആയിട്ട് അതിന് വാങ്ങിട്ട് കാണിച്ചാൽ. ഇതാണ് നമ്മൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിനകത്തൊരു ആരോ കൂടെ വരുന്നുണ്ട്. പിന്നെ ഇതുപോലൊരു ബോക്സ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് നല്ല റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ മുകളിലോട്ട് കയറിയപ്പോൾ ഇത് കുറച്ചുകൂടെ റേറ്റ് കുറവിൽ കിട്ടി, അങ്ങനെ അതും വാങ്ങി. കയറി തുടങ്ങുകയാണ്. കയറി ഏതാണ്ട് കഴിയാറായി. നല്ല ടയർഡാണ്, നല്ല ടയർഡ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു 8-10 തവണ ഇരുന്നിട്ടുണ്ടാവും. അത്രയും ടയർഡാണ്, തീരെ വയ്യ. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കാല് ഷിവറിങ് ആയിരുന്നു, ഇങ്ങോട്ട് കയറുമ്പോൾ ഷിവറിങ് ഇല്ല, പക്ഷേ നല്ല ടയർഡാവും. അതായത് ആ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് ഉരുളങ്കല്ലുകളായിരുന്നല്ലോ, അത് കൂടെ തിരിച്ച് കയറിയപ്പോഴാണ് കൂടുതൽ ടയർഡായത്. പിന്നെ ഈ സ്റ്റെപ്പും കൂടെ കയറേണ്ടി വന്നപ്പോഴത്തേക്കും സഹിക്കാൻ പറ്റാത്ത വയ്യ, അത്രയും വയ്യ. അയ്യോ, നല്ല ടയർഡായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഉണ്ടാക്കണം. ഇനി വീഡിയോ എടുക്കാനുള്ള എനർജി ഒന്നുമില്ല. സൈനിങ് ഓഫ്, ഗായത്രി, ക്യാമറമാൻ രജനീഷിനൊപ്പം. ടാറ്റാ. യാത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ശരീരം പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ലോണം ആക്റ്റീവ് ആയതുകൊണ്ടായിരിക്കാം എൻ്റെ മുഖത്ത് കൂടെയൊക്കെ കണ്ടില്ലേ തടിച്ച് വീർക്കുന്ന പോലെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.